ഇവിടെ ഇല എന്ന് പറയുന്ന സ്ത്രീ അവളുടെ ഭർത്താവിനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും രുചിയും സ്വാദുമുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു കൊറിയർ സംവിധാനത്തിലൂടെ എത്തിച്ചു കൊടുക്കും. എന്നാൽ ആ ഭക്ഷണം ഒരുപോലത്തെ കിറ്റ് മറ്റാർക്കോ ഉള്ളത് കൊണ്ട് അഡ്രസ് മാറി ഇയാൾക്കാണ് പോയത്. ഇയാളുടെ കിറ്റ് അവളുടെ ഭർത്താവിനും. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ അയാൾക്ക് കൗതുകമായി. സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണമല്ല ഇന്ന് വന്നിട്ടുള്ളത്. ഭക്ഷണത്തിനാണെങ്കിൽ ഒടുക്കത്തെ രുചിയും. അയാൾ ആസ്വദിച്ച് കഴിച്ചു. പാത്രം തിരികെ കാലിയായി വന്നത് കണ്ടപ്പോൾ ഭർത്താവിന് ഭക്ഷണം ഇഷ്ടമായി കാണുമെന്ന് അവൾ കരുതുന്നു. ജോലി ചെയ്ത് മടങ്ങി വന്ന ഭർത്താവിനോട് ഭക്ഷണത്തെക്കുറിച്ച് തിരക്കിയപ്പോൾ അവളെ പ്രീതിപ്പെടുത്തുന്ന ഒരു തരത്തിലും അയാൾ മറുപടി പറഞ്ഞില്ല. അത് അവൾക്ക് വിഷമമായി. അതേസമയം സ്ഥിരമായി കഴിക്കുന്ന ഹോട്ടലിൽ നിന്നാണ് ആ ഭക്ഷണം വന്നതെന്ന് കരുതി അയാൾ ഹോട്ടൽ ജീവനക്കാരനോട് എന്നും ഇതുപോലെ വല്ലതും ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. സാജൻ എന്നാണ് ഇയാളുടെ പേര്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇയാളുടെ വൈഫ് മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസം. വീണ്ടും അതേ അഡ്രസ്സിൽ അവളുണ്ടാക്കിയ ഭക്ഷണം അയാൾക്ക് തന്നെ വന്നു. കൂടെ അതിനകത്തൊരു കത്തുമുണ്ട്. ഭർത്താവിനാണ് കിട്ടുന്നതെന്ന് കരുതി അവൾ എഴുതിയതാണ്. അത് തുറന്ന് അയാൾ വായിച്ചു നോക്കി. തിരിച്ചു വന്ന പാത്രത്തിൽ ആ കത്തിന് അയാൾ ഉപ്പ് കുറവാണെന്ന് മറുപടി എഴുതിയിട്ടുണ്ട്. ഭർത്താവ് എഴുതിയതാണെന്നാണ് അവൾ കരുതിയിരിക്കുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന് കിട്ടിയ മറുപടി ഇതായതുകൊണ്ട് പിറ്റേ ദിവസത്തെ ഭക്ഷണത്തിൽ അവൾ എരിവ് കൂടുതൽ ചേർത്തു. ഇന്ന് ഉപ്പ് പാകമാണെന്നും എരിവ് കൂടുതലായെന്നും അയാൾ മറുപടി എഴുതി. എന്നാൽ വീട്ടിൽ തിരികെ വരുന്ന ഭർത്താവ് ഇതിനെക്കുറിച്ചൊന്ന് പറയാഞ്ഞത് കണ്ടപ്പോൾ ഭക്ഷണം മറ്റാർക്കാണ് പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അടുത്ത കത്തിൽ അവൾ ഇക്കാര്യം അയാളെ അറിയിച്ചു. അതോടൊപ്പം തന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞു വന്നാൽ തന്നെയും മോളെയും ശ്രദ്ധിക്കുന്നില്ലെന്നും പറഞ്ഞു. അഡ്രസ് തെറ്റായിട്ടാണ് പോകുന്നതെങ്കിലും അവൾ അത് കൊറിയർ ചെയ്യുന്ന ആളോട് പറഞ്ഞില്ല. അവളുടെ ഭർത്താവിൽ നിന്നും അവൾക്കിപ്പോഴും വേണ്ടതുപോലെ സന്തോഷവും സമാധാനവും ലഭിക്കുന്നില്ല. ഇപ്പോൾ അവളുടെ കിറ്റ് വരുന്നതേ ഇയാൾക്ക് സന്തോഷമാണ്. ഇപ്പോൾ കത്തുകൾ കൈമാറി കൈമാറി ഇവർ തമ്മിൽ ഒരു അടുപ്പം സൃഷ്ടിച്ചിരിക്കുന്നു. അയാൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ അവൾ ഇഷ്ടപ്പെട്ട് പാചകം ചെയ്യുന്നത് തന്നെ. ഒരു ദിവസം അവളുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയോട് അടുപ്പമുണ്ടെന്ന് അവൾ തിരിച്ചറിയുന്നു. തന്നോട് മിണ്ടാത്തതിന്റെ കാരണം എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. അത് അവളെ വല്ലാതെ തളർത്തുകയാണ്. ഈ കാര്യം അവൾ കത്തിലെഴുതി. ഭർത്താവിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ലെന്നും ഞാൻ മോളെയും കൂട്ടി ഭൂട്ടാനിൽ പോയി സെറ്റിലാവാമെന്ന് തീരുമാനിക്കുന്നുവെന്നും അവൾ പറഞ്ഞു. മറുപടി കത്തിൽ എന്നോടൊപ്പം ഞാനും വന്നോട്ടെ എന്ന് അയാൾ നിഷ്കളങ്കമായി എഴുതി. അടുത്ത കത്തിൽ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളുടെ പേര് എനിക്കറിയില്ല, ആകെ കത്തിലുള്ള നിങ്ങളെ മാത്രമേ എനിക്കറിയൂ എന്ന് അവൾ എഴുതി. മറുപടിയിൽ അയാൾ അയാളെപ്പറ്റിയും ജോലിയെപ്പറ്റിയുമെല്ലാം അവതരിപ്പിച്ചു. എനിക്ക് നിങ്ങളെ നേരിട്ട് കാണണമെന്ന് അവൾ അറിയിച്ചു. വരാനുള്ള അഡ്രസ്സ് അവൾ അതിൽ മെൻഷൻ ചെയ്തു. പറഞ്ഞ അഡ്രസ്സിൽ അയാളെയും നോക്കി അവൾ കാത്തിരുന്നു. എന്നാൽ എത്രയൊക്കെയായിട്ടും അയാൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം പാത്രം മൊത്തം കാലിയായിരുന്നു. താനത് അർഹിക്കുന്നുവെന്ന് അയാൾ മനസ്സിലാക്കി. എങ്കിലും അയാൾ മറുപടി എഴുതി. തന്നെ കാണാൻ ഇറങ്ങിയപ്പോഴാണ് കണ്ണാടിയിൽ ഞാൻ എന്റെ രൂപത്തെ ശ്രദ്ധിച്ചത്. തിരക്കിനിടയിലും നിന്നെ സ്നേഹിക്കുന്നതിനിടയിലും ഞാൻ എന്റെ ചർമ്മം മങ്ങിയത് അറിഞ്ഞിരുന്നില്ല. സത്യത്തിൽ ഞാൻ ഇന്നലെ തന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. നിന്നെ കാണുകയും ചെയ്തു. നീ വളരെ സുന്ദരിയാണെന്നും ഞാൻ മനസ്സിലാക്കി. എന്നാൽ ആ നിമിഷം തന്നെ ഞാൻ നിന്റെ മുന്നിൽ വരരുതെന്ന് തിരിച്ചറിഞ്ഞു. ഇത് അവളെ വല്ലാതെ വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അവൾക്ക് അയാളോടുള്ള ഇഷ്ടം ഇരട്ടിക്കുകയാണ്. തെറ്റായി പോകുന്ന അഡ്രസ്സ് കൊറിയർകാരനോട് ശരിയാക്കാൻ വേണ്ടി പറഞ്ഞു. പിറ്റേ ദിവസം മകളെയും കൂട്ടി അയാളെ കാണാൻ അയാളുടെ ഓഫീസിലേക്ക് പോകുന്നു. അയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാളുടെ സുഹൃത്ത് അയാൾ നാട്ടിൽ പോവുകയാണെന്ന് അവളോട് പറഞ്ഞു. എല്ലാം മതിയാക്കി അയാൾ പോകാൻ ഒരുങ്ങുന്നു. അയാളുടെ സുഹൃത്ത് അവളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചു കൊടുത്തു. അപ്പോഴേക്കും അയാൾ പോയിട്ടുണ്ട്. മരണമാണ് ഇനി മുന്നിലുള്ള വഴി എന്നവരെ അവൾ ആലോചിച്ചു തുടങ്ങി. അവളോട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ അയാൾക്ക് കുറ്റബോധം തോന്നി തുടങ്ങി. എങ്ങനെ നോക്കിയിട്ടും ഒരു സമാധാനവും കിട്ടുന്നില്ല. ഒടുവിൽ പിറ്റേ ദിവസം അവളെ അന്വേഷിച്ചു പോകാൻ ആ ഭക്ഷണം വരുന്ന അഡ്രസ് തേടി അയാൾ പോകുന്നു. അയാളോടൊപ്പം ജീവിക്കാൻ തന്റെ കയ്യിലുള്ളതെല്ലാം അവൾ വിറ്റുപെറുക്കുകയും അയാളുടെ വരവിനായി അവൾ കാത്തിരിക്കുകയും ചെയ്യുന്നു.